പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയ്ക്കൊപ്പം ആനവണ്ടിയിലൂടെ കാട്ടിലൂടെയുള്ളൊരു യാത്ര അതിമനോഹരം. ഗവിയിലേക്കുള്ള ആ യാത്രയേക്കാൾ സുന്ദരമായ മറ്റൊന്ന് ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിന് നമുക്കിടയിൽ ഉത്തരം കാണില്ല. പത്തനംതിട്ടയുടെ തന്നെ മറ്റൊരഭിമാനമാണ് വിനോദസഞ്ചാരികളുടെ ഇഷ്ടപറുദീസിയായ അടവി. തൊട്ടടുത്ത ജില്ലയിൽ കിഴക്കിന്റെ വെനീസിനെ മഴക്കാലത്ത് കാണാൻ പ്രത്യേക ചേലാണ്. കൈനഗരിയും കുട്ടനാടും പൂർണ്ണമായി വെള്ളത്താൽ നിറയും. പലപ്പോഴും ബസ്സിന് പകരം വള്ളങ്ങളെയോ ബോട്ടുകളെയോ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഈ മൺസൂണിന്റെ അവസാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലോത്സവം കൊട്ടിക്കയറും. അതെ, നെഹ്റു ട്രോഫി വള്ളംകളി. ചെറിയ ചാറ്റൽ മഴയ്ക്കൊപ്പം ബോട്ടുകളിലുള്ള യാത്ര അത് മറ്റൊരു ഫീലാണ്. കാര്യങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആകാമെങ്കിൽ ആഡംബര നൗകകളായ എണ്ണം പറഞ്ഞ ഹൗസ് ബോട്ടുകളും തയ്യാറാണ്. അതിതീവ്ര മുന്നറിയിപ്പുള്ളപ്പോൾ ആലപ്പുഴ സന്ദർശനം ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നീട് തൊട്ടടുത്ത ജില്ലയായ കോട്ടയത്തേക്ക്. ഒന്നാം ഡെസ്റ്റിനേഷൻ ഇല്ലിക്കൽ കല്ല്. എന്നും ചരിത്രത്തിനൊപ്പവും ശാസ്ത്രത്തിനൊപ്പവും പ്രകൃതിക്കൊപ്പവും ഇടം പിടിച്ചതാണ് ഇലവീഴ പൂഞ്ചിറ. കേരളം കണ്ടാലും കണ്ടാലും മതിവരാത്ത, അല്ലെങ്കിൽ കണ്ടുതീരാത്ത നാട്. വരും ദിവസങ്ങളിൽ കാണാം കൂടുതൽ കാഴ്ചകൾ.